Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയോ? നമ്മള് വാക്സിനേഷൻ മാനേജ്മെന്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വായിച്ചു നോക്കി. ഓക്കെ. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ വായിച്ചിട്ടുണ്ടോ? എല്ലാവരും വായിച്ചിട്ടുണ്ടോ സ്റ്റാർട്ടിങ് മുതൽ? ഉണ്ട്. സ്നേഹം ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ചിന്നു ജോസ് ഉണ്ട് ഇവിടെ? ഉണ്ട് മിസ്. പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാമോ? പേഷ്യന്റ് മാനേജ്മെന്റ് അത് പേഷ്യന്റിനെ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്ത ശേഷം പേഷ്യന്റിന്റെ ഓറിയന്റേഷൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിനുശേഷം പേഷ്യന്റിനെ OPD-യിലേക്കോ IPD-യിലേക്കോ അയക്കുന്നു. അപ്പൊ പേഷ്യന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് അവിടേക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം വഴി ഡേറ്റ അയക്കും. അത് പേഷ്യന്റ് ഡേറ്റ അയക്കും. പിന്നെ ഓരോ പേഷ്യന്റിനും ഈ സിസ്റ്റത്തില് ഓരോ യൂണിക് ID കൊടുക്കുന്നുണ്ട്. ഈ ID ഉപയോഗിച്ച് അവിടെ അഡ്മിഷനും ഡിസ്ചാർജും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് HMS വഴി ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ഓരോ തവണയും ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി വരുമ്പോഴും ആ സമയത്ത് ഡേറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി HMS-ൽ ഡേറ്റ ഉണ്ടായിരിക്കും. പിന്നെ HMS പിന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ HMS-ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടിയിലേക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പോയിന്റ്മെന്റ് കൺസർവേഷൻ ഒക്കെ വരും. ഓക്കെ. റംല നസീർ ഉണ്ട് അവിടെ? സഫീല ഞാൻ പറയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാട്ടോ. ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആരെങ്കിലും? പറയുന്നവരാരും വിളി കേൾക്കുന്നില്ല. ലബോറട്ടറി മാനേജ്മെന്റ് ആരാ പറയാ? ഒന്ന് പറഞ്ഞേ. HMS-ൽ ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂളിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ലബോറട്ടറി മാനേജ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതായിരുന്നു. ആരാ പറയാ? ഇത്രയും പേരുണ്ടായിട്ട് ഒരാൾക്ക് പറയാൻ പറ്റുന്നില്ലേ? പഠിച്ചു കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നോട്? ലാബോറട്ടറി മാനേജ്മെന്റില് പേഷ്യന്റ് നടത്തുന്ന എല്ലാ ടെസ്റ്റും അതില് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും. മിസ്, ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എല്ലാം ഈ HMS-ന്റെ 12 മോഡ്യൂളാണോ? അത് തന്നെയാണോ കമ്പോണന്റ് ആയിട്ട്? അത് തന്നെയാണ്. അത് പ്രത്യേകമായിട്ട് സെക്ഷൻ ആയിട്ട് തിരിക്കുന്നത് മാത്രമല്ല. ലബോറട്ടറി മാനേജ്മെന്റ്, ഇൻഷുറൻസ്, അതാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് തിരിക്കുന്നുണ്ട് HMS-ന്റെ തന്നെ. ഓക്കെ. അപ്പോൾ ലാബോറട്ടറി മാനേജ്മെന്റ് മോഡ്യൂളിലാണ് ഈ ഓരോ പേഷ്യന്റ് എടുക്കുന്ന എല്ലാ ടെസ്റ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പറയും.
പിന്നെ ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം കളക്ട് ചെയ്യും എന്ന് അതിലുണ്ടായിരിക്കും. പിന്നെ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിലും അത് ആക്സസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അത്രേ. ദെൻ ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അവിടുത്തെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതാരാ പറയാ? ചിന്നു ജോസിനി പറയണ്ടേ കേട്ടോ, വേറെ ആരെങ്കിലും ഒരാൾ പറയട്ടെ. ആരാ പറയാ ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. പിക്ചർ കാണിച്ചു തരാം, അത് നോക്കി ഒന്ന് പറഞ്ഞാൽ മതി. അറിയണമല്ലോ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആരാ പറയാ? ആരുമില്ല പറയാനായിട്ട് അല്ലെ? ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി ചോദിക്കാം, ഒന്ന് നോക്കി വെച്ചേര്. ക്ലാസ് തീരാറാകുമ്പോ ഒന്നും കൂടി ചോദിക്കാം, ഒന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കേട്ടോ. ആരെങ്കിലും മതി. അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി സപ്പോർട്ട് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സപ്പോർട്ട് മാനേജ്മെന്റ്. Patient satisfaction is one of the importance for any hospital. This segment records data like inquiries, complaints, requests, and feedback from patients. It also ensures that they handle these requests and problems appropriately and at the earliest. You can make automatic the feedback collection process automatic to reduce the staff job load, and everyone could fill out the feedback form. Okay. അപ്പോ HMSന്റെ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഫസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്? Patient satisfaction is one of the importance for any hospital. ഏതൊരു ഹോസ്പിറ്റലിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവർ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ആശുപത്രിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമാണ്. Then this segment records data like inquiries, complaints, requests, and feedback from patients. അതുപോലെ തന്നെ രോഗികളിൽ നിന്ന് അന്വേഷണങ്ങൾ, എൻക്വയറീസ് ഉണ്ടാകും. അതുപോലെ കംപ്ലൈന്റ്സ്, പരാതികള്, റിക്വസ്റ്റ്, അഭ്യർത്ഥനകള്, ഫീഡ്ബാക്കുകള് എന്നിവ ഈ ഒരു HMS അതായത് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. HMSന്റെ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ കൂടുതൽ എന്ത് കൊടുക്കുന്നത്? പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. മാത്രമല്ല പേഷ്യന്റിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങള്, റിക്വസ്റ്റുകള്, കംപ്ലൈന്റ്സുകള് എന്നീ സകല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദിസ് സെഗ്മെന്റ് records data like inquiries, complaints, requests, and feedback from patients. Okay. Then അതുപോലെ തന്നെ റിക്വസ്റ്റുകളും പ്രോബ്ലംസും എത്രയും വേഗം കൈകാര്യം ചെയ്യുവാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇപ്പൊ പേഷ്യന്റ് ഒരു പ്രോബ്ലം ആയിട്ട് വന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാല് അതിന് എത്രയും പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? HMS സഹായിക്കുന്നുണ്ട്. ജീവനക്കാരുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു HMS എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ജോലിക്കാർക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? അവരുടെ ജോലി കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം ഈ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലിക്കാർക്ക് അവിടെ ജോലി ഭാരം കുറവാണ്. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യാനും പറ്റും. ഓക്കെ, അതായത് ഈ ഒരു സിസ്റ്റത്തിലൂടെ
അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ഫീഡ്ബാക്സ് എന്തൊക്കെയാണോ അത് ഫില്ല് ചെയ്യാനായിട്ട് ഇത് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിന് കഴിയുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ HMSന്റെ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എന്ത് ചെയ്യാം, അവരുടെ ഫീഡ്ബാക്കുകൾ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം, ക്ലിയർ ആയില്ലെങ്കിൽ പറയാം കേട്ടോ, റിപ്പീറ്റ് പറയാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നത് സപ്പോർട്ട് മാനേജ്മെന്റിൽ പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഏതൊരു ഹോസ്പിറ്റലിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് മുൻഗണന കൊടുക്കുന്നത്. ഈ ഒരു സെഗ്മെന്റ്, അതായത് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ, HMSന്റെ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് എൻക്വയറീസ്, കംപ്ലൈന്റ്സ്, റിക്വസ്റ്റ്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഫോമുകൾ. ഇത് എന്താ പറയാ, ആളുകളുടെ കംപ്ലൈന്റ്സ്, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ്, റിക്വസ്റ്റ് ഒക്കെ വരുമ്പോൾ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യുന്നു. ജീവനക്കാരുടെ ജോലി ഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി ഓട്ടോമാറ്റിക് ആക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കും. ദാറ്റ് ഈസ് സപ്പോർട്ട് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് സപ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം. പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ, രോഗികളുടെ കംപ്ലൈന്റുകളും റിക്വസ്റ്റുകളൊക്കെ പെട്ടെന്ന് വായിച്ചെടുക്കാണ് കേട്ടോ. മെസ്സേജസ്, ഇമെയിൽസ്, ഫോൺ കോൾസ്, അതിലൂടെ എന്ത് ചെയ്യാണ്, പേഷ്യന്റെ കംപ്ലൈന്റ് കേൾക്കുന്നു, പേഷ്യന്റെ റിക്വസ്റ്റ് കേൾക്കുന്നു, ഫീഡ്ബാക്കുകൾ അറിയുന്നു. അപ്പൊ അതാ ഒരു ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. മെസ്സേജുകൾ ഉണ്ട്, അതുപോലെ ഇമെയിൽസ് ഉണ്ട്, പിന്നെ ഫോൺ കോൾസ് ഉണ്ട്. അതിന്റെ ഒരു പിക്ചർ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിലൂടെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അത് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇത് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. HMSന്റെ ഗുണങ്ങൾ അഥവാ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ കിട്ടുവെക്കുക. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. Then 59% of millennials are willing to switch doctors for better online access, and HMS will enhance communication between patients and hospitals by allowing patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. You will have enhanced patient engagement, a reduction in waiting times, and improved patient satisfaction. അതായത് മില്ലീനിയൽസ് എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ദശലക്ഷക്കണക്കിന് ആളുകളില് 59%, അതായത് 59% ഓഫ് ആളുകള് ഡോക്ടർമാരെ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്, ഓൺലൈൻ ഷെഡ്യൂളിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് 59% ആളുകള് മുൻഗണന കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു HMS രോഗികളും ആശുപത്രിയും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്? അതായത് മെഡിക്കൽ റെക്കോർഡുകൾ അപ്രോച്ച് ചെയ്യുന്നു. ഞാനിപ്പോ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. രോഗികൾ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നു. ദെൻ റിമൈൻഡേഴ്സ് റിസീവ് ചെയ്യുന്നു. ദെൻ ഡോക്ടർമാരും നഴ്സുമാരോടും ആശയവിനിമയം നടത്താൻ, കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു. ദെൻ രോഗിയുടെ കാര്യത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നു, രോഗിയുടെ കാര്യങ്ങളിൽ ഇടപഴകുന്നു, വെയിറ്റിംഗ് സമയം കുറയ്ക്കുന്നു, രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റലിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞു?
കുറേയധികം ആളുകൾ ഉണ്ടെങ്കിൽ, ദശലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ 59% ആളുകൾക്കും ഓൺലൈൻ ആക്സസ് വഴി ഡോക്ടറെ കാണാനാണ് താല്പര്യം. ഈ ഒരു HMS എന്ന് പറയുന്ന സിസ്റ്റമാണ് അതിന് സഹായിക്കുന്നത്. അതിലൂടെ ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതുവഴി രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡുകളെ അപ്രോച്ച് ചെയ്യാൻ, മെഡിക്കൽ റെക്കോർഡിലേക്ക് ഈസി എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ജസ്റ്റ് അവിടെ ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പോ മെഡിക്കൽ റെക്കോർഡിലേക്ക് ഈസി ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ റിമൈൻഡേഴ്സ് റിസീവ് ചെയ്യാൻ സാധിക്കും. ദെൻ ഡോക്ടറുമായിട്ടും നഴ്സുമായിട്ടും അവർക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രോഗിയുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ടെസ്റ്റൊക്കെ രോഗിക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. പിന്നെ വെയിറ്റിംഗ് സമയം കുറയ്ക്കും, പേഷ്യൻസിന്റെ വെയിറ്റിംഗ് സമയം കുറയ്ക്കാണ്. കാരണം ഓൺലൈൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും എടുത്താൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ സമയമാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മളൊക്കെ അറിയാം. അതായത് നമ്മളിപ്പോ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോഴോ ഹോട്ടൽസിലൊക്കെ നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്യാറുണ്ട് അല്ലെ, പേയ്മെന്റ് പ്രോസസ് നടത്താറുണ്ട്. പിന്നെ ഒരു മൂവി കാണാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്ത് പേ ചെയ്തിട്ടല്ലേ പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട, മൂവി കാണാൻ പോകുന്ന സ്ഥലമാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പേയ്മെന്റ് ബാലൻസ് ഓക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താൽ മതി, അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമ്മൾ അവിടെ കയറിയാൽ മതി അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയം എത്രയാണോ ആ സമയത്തിന് എന്ത് ചെയ്താൽ മതി, നമ്മൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ കയറിയാൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റിംഗ് സമയം കുറയ്ക്കുന്നുണ്ട്. അതുവഴി പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുക, കൂട്ടുന്നത്. കേട്ടോ, ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ 2 പോയിന്റും പറഞ്ഞത്? അടുത്തതിലോട്ട് പോയിക്കോട്ടെ. അടുത്തത് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റയാണ്. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള ഹോസ്പിറ്റൽ ഡാറ്റ. ആൻഡ് HMS helps you maintain hospital data safe and secure. അതായത് ഒരു ഹോസ്പിറ്റൽ ഡാറ്റയെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും സൂക്ഷിക്കുന്നതിൽ HMS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. You can control and provide access to unauthorized personnel only. Make sure to look at HIPAA complaint software for PHA security. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഡാറ്റയെ നമ്മൾ ഒരു പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിൽ ആ ഡാറ്റ നമ്മൾ സുരക്ഷിതമായിട്ടും സേഫ് ആയിട്ടും നമ്മൾ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യണം അല്ലെ. അപ്പോ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമേ ഇതിനകത്ത് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിൽ അത് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് കീപ്പ് ചെയ്യാം, വേണമെങ്കിൽ അത് നോക്കാം. അല്ലാതെ ഒരു തേർഡ് പാർട്ടി പുറത്തുനിന്ന് ഒരാൾ വന്ന് അത് ആക്സസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആവാം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ഈ മെഡിക്കൽ റെക്കോർഡിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കീപ്പ് ആയിട്ട് നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കണം. ഇനി അത് പറ്റിയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതായത് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് ബാധകമായിട്ടുള്ള ഒരു ലോ ഉണ്ട്. ഓക്കെ, ആ ലോയുടെ അണ്ടറിലാണ് ഈ മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു പോരുന്നത്. ആ ലോയുടെ പേരാണ് HIPAA, HIPAA ലോ എന്ന് പറയുന്നത് കേട്ടോ. HIPAA ലോയുടെ അണ്ടറിൽ എന്ത് വരുന്നുണ്ട്, ഈ ഒരു PHA സൂക്ഷിക്കണം. PHA എന്ന് പറയുന്നത് പേഴ്സണൽ ഹെൽത്ത് ഇൻഫോർമേഷൻസ് എന്നും പറയാം, നമുക്ക് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻസ് എന്നും പറയാം. ഈ ഒരു രോഗിയുടെ എല്ലാവിധ ഡീറ്റെയിൽസും, അതായത് മെഡിക്കൽ റെക്കോർഡുകളും സൂക്ഷിക്കുന്നത് HIPAA എന്ന് പറയുന്ന ഒരു ലോയുടെ
അണ്ടറിലാണ് വരുന്നത്. 1996 എന്ത് ചെയ്തത് നിപ്പ എന്ന് പറയുന്ന ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, രോഗിയുടെ ആരോഗ്യരേഖകള് സുരക്ഷിതമാക്കി വെക്കണമെന്ന് ആ ലോ എന്ത് ചെയ്യുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട്. കേട്ടോ? അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതാം. HIPAA അതിന്റെ ഫുൾ ഫോം ആട്ടോ പറയുമ്പോൾ ഒന്ന് എഴുതിയെടുക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്, and Accountability Act. Health Insurance Portability and Accountability Act. എഴുതിയോ? ഞാൻ പറഞ്ഞു ഇതൊരു ലോ ആണ്, ഇതിന്റെ അണ്ടറിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ കേട്ടിരുന്നാലും മതി. കേട്ടോ? 3 പോയിന്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് വ്യക്തികളുടെ മെഡിക്കൽ റെക്കോർഡുകളും മറ്റു വ്യക്തിഗത ആരോഗ്യ വിവരങ്ങളും പരിരക്ഷിക്കുന്നു. അപ്പൊ ഹിപ്പ അതായത് ഈ ഒരു ലോയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകള്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിരക്ഷിക്കുന്നത് ഈ ഒരു ലോയുടെ അണ്ടറിലായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, രോഗിയുടെ സമ്മതമില്ലാതെ PHI ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് നിശ്ചയിക്കുന്നു. ഓക്കെ, രോഗിയുടെ സമ്മതമില്ലാതെ PHI ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് നിശ്ചയിക്കുന്നു. അതായത് രോഗിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ രേഖകൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഇത് വന്ന് പരിശോധിക്കാന്ന് പറയുന്നു. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും മൂവിയിലേക്ക് അല്ലെ, അതായത് ഫോറൻസിക്കിന്റെ ആളുകൾ, അതുപോലെ തന്നെ പോലീസ് സേനകളിൽ പ്രവർത്തിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കാറുണ്ട്. അതായത് അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്തൊക്കെ സംഭവിക്കുന്ന കേസുകളിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ളതാണ്, പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത് ചോദിക്കുമ്പോൾ അവര് വന്ന് ആവശ്യപ്പെടുമ്പോൾ ഹോസ്പിറ്റൽ അതോറിറ്റി ഇത് കൊടുക്കുന്നുണ്ട്. അതൊരു ലിമിറ്റഡ് ടൈമിലാണ് എന്ത് ചെയ്യുക, കൊടുക്കുക. അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് കൊണ്ടുപോയി വീണ്ടും തിരികെ അവിടെ തന്നെ വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനൊരു ലിമിറ്റ് നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ ലോയുടെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ പോയിന്റ്, രോഗികൾക്ക് അവരുടെ രേഖകൾ ആക്സസ് ചെയ്യാനും കറക്ഷൻ വരുത്താനുമുള്ള അവകാശമുണ്ട്. കറക്ഷൻ അതായത് തിരുത്തലുകള് വരുത്താനുള്ള അവകാശമുണ്ട്. അതായത് ഈ എന്തെങ്കിലും ഡാറ്റാസ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിലോ, അപ്പൊ ഞാൻ അതായത് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്, നമ്മളുടെ ഇപ്പൊ മൊബൈൽ നമ്പർ മാറിയാല് പുതിയ മൊബൈൽ നമ്പർ അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അത് കൊടുക്കാനും അത് തിരുത്താനുമുള്ള അവകാശം ആർക്കുണ്ട്, രോഗികൾക്ക് അവകാശമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യം എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്, ഹിപ്പയുടെ അണ്ടറിലാണ്. ഓക്കെ, ഒന്ന് വ്യക്തികളുടെ മെഡിക്കൽ റെക്കോർഡുകളും വ്യക്തിഗത ആരോഗ്യ വിവരങ്ങളും പരിരക്ഷിക്കുന്നു. 2, രോഗിയുടെ സമ്മതമില്ലാതെ PHI ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് അനുവദിക്കുന്നു. 3, രോഗികൾക്ക് അവരുടെ രേഖകൾ ആക്സസ് ചെയ്യാനും തിരുത്താനുമുള്ള അവകാശം നൽകുന്നു. ക്ലിയർ അല്ലേ? PHI എന്ന് പറയുന്നത് പേഴ്സണൽ ഹെൽത്ത് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ആണ് കേട്ടോ. അപ്പൊ ഈ HMS എന്ന് പറയുന്ന ഇതില് ഇതൊക്കെ വരുന്നുണ്ട്, ഈ ഒരു ലോവുമായിട്ട് കണക്റ്റഡ് ആണ് അത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. Next one, improved access to patient data. You can have easy entrance to all patient related data on a system. Using an HMS, you can also approach data such as patient history, doctors engaged, test result, billing details, and much more with a just few clicks. അതായത് ഇവിടെ പറയുന്നത് HMS ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിലെ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയിലേക്കും ഈസിയായി എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, HMSന്റെ സഹായത്തോടുകൂടി എന്ത് കിട്ടുന്നുണ്ട്, ആ സിസ്റ്റത്തില് ഒരു രോഗിയുടെ, അതായത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡാറ്റാസും എല്ലാ ഡീറ്റെയിൽസിലോട്ടും
ഈസി ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാനും ക്ലിക്കുകളിലൂടെ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, കൺസൾട്ടേഷൻ ചെയ്ത ഡോക്ടർമാരുടെ പേരുകള്, പേഷ്യന്റിന്റെ ടെസ്റ്റ് റിസൾട്ടുകള്, ബില്ലിംഗ് ഡീറ്റെയിൽസുകള് എന്നിവയും അതിലേറെയുമുള്ള വിവരങ്ങള് നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, പേഷ്യന്റ് ഡാറ്റ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതാനും ക്ലിക്കുകൾ മതി അല്ലെ? 1, 2, 3, 4 ക്ലിക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി, കൺസൾട്ടേഷൻ ചെയ്ത ഡോക്ടർമാരുടെ വിവരങ്ങള്, ടെസ്റ്റ് റിസൾട്ടുകള്, ബില്ലിംഗ് ഡീറ്റെയിൽസ് എന്നിവയും അതിൽ കൂടുതലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. That is improved access to patient data. Okay, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. You can also approach data such as patient history, doctors and age. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, few clicks വരെ. Then secured hospital data HIPAA കംപ്ലൈന്റ് ചെയ്ത് അടയാളപ്പെടുത്തി വെക്കുക. HIPAA അടയാളപ്പെടുത്തി വെക്കുക, പോയിന്റ് ചെയ്ത് വെക്കുക കേട്ടോ. HIPAA. Then benefits patients to approach their medical records തുടങ്ങി patient satisfaction വരെ പോയിന്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം ആണ്. ഓക്കെ, അതായത് സമയപരിധി കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സിസ്റ്റം വഴി എങ്ങനെയാണ് സമയം കുറയ്ക്കുന്നത് നോക്കാം. Streamline your hospital workflows by automating routine jobs like appointment or stock management. This decreases the time and effort required to perform these jobs and turnaround time. It also helps hospital staff to focus on more critical patient care areas. അതായത് ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ പറയുന്നത് അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സിസ്റ്റം ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? അതിലൂടെ അതായത് ഹോസ്പിറ്റലിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടൈം, ആളുകൾക്ക് ടൈമും, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ടൈം, അതുപോലെ തന്നെ എഫേർട്ട്, ഇത് രണ്ടും കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ഹോസ്പിറ്റൽ സ്റ്റാഫിന്, അതായത് HMS സിസ്റ്റം ആണ് എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫിന് എക്സ്ട്രാ ആയിട്ട് അവിടെ ടൈം കിട്ടുന്നതാണ്. ആ ടൈമിൽ അവർ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, അത് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു HMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ തന്നെ പേഷ്യന്റ് വർക്ക് ഫ്ലോ, അതായത് ആ ഒരു അവിടെയുള്ള ആ ഹോസ്പിറ്റലിലുള്ള ജോലിയുടെ ഒഴുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഒഴുക്ക് എങ്ങനെയാണ് അവിടെ വരുന്നത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ടൈമും അവരുടെ എഫേർട്ടും ഇവിടെ കുറയ്ക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ടൈമും അതുപോലെ തന്നെ എഫേർട്ടും ലാഭിക്കുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പേഷ്യന്റിനെ കൂടുതലായിട്ട് കെയർ ചെയ്യാനും കൂടി സാധിക്കും. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, അപ്പൊ ക്ലാരിഫൈ ചെയ്ത് പോവാം. ഇല്ല, നെക്സ്റ്റ് വൺ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം, അതായത് മൊത്തത്തിലുള്ള ടൈം കുറയ്ക്കുക എന്നാ പറയുന്നത്. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും, പേഷ്യന്റ് വർക്ക് ഫ്ലോ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിസ്റ്റം മാനേജ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന് അവിടെ അധികം സമയം കിട്ടും. കാരണം ഇപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഈ ഒരു സിസ്റ്റം വഴി നമ്മൾ അപ്പോയിന്റ് ചെയ്താൽ മതി. രോഗികൾ നമ്മൾ നേരിട്ട് കാണാനായിട്ട് വരില്ല.
നമ്മൾ അവർക്ക് ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യണ്ട. അപ്പൊ അവരുടെ ടൈം അവിടെ ലാഭിക്കുക ചെയ്യണേ. ആ ലാഭിക്കുന്ന ആ ഒരു സമയം ഇവർക്ക് എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാം, കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ടൈം കുറയ്ക്കുന്നതിലൂടെ, ടൈം കുറയ്ക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? HMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? HIPAA എന്ന് പറഞ്ഞാല് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. പേഷ്യന്റ് ഡാറ്റ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് HIPAA എന്ന് പറയുന്ന നിയമം. 1996 വന്നത്. ഇതിന്റെ കീഴിലാണ് പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡുകള് ആശുപത്രിയില് സംരക്ഷിച്ചു പോരുന്നത്. മാത്രമല്ല തേർഡ് പാർട്ടിക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി പറ്റിയാൽ തന്നെ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളില് പേഷ്യന്റ് റെക്കോർഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കണം, എന്നിട്ട് അത് തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ പോലീസും അതുപോലെ ഫോറൻസിക് വിഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില മരണങ്ങളൊക്കെ ഡെത്ത് കേസുകളൊക്കെ നടന്നു കഴിഞ്ഞാല് പേഷ്യന്റ് റെക്കോർഡ് ആവശ്യപ്പെടാറുണ്ട് അല്ലെ. ഇതെന്ത് ചെയ്യണം, അവർക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? അത് പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഏത് നിയമത്തിന് കീഴിലാണ് വരുന്നത്? HIPAA എന്ന് പറയുന്ന നിയമത്തിന് കീഴിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് അടുത്തത്. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing administrative overheads, enhancing resource allocation, and reducing the wastage of medical supplies. And HMS can also maximize revenue streams by making sure timely billing and reducing claims penalties. Okay. കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് ചെലവ് ചുരുക്കാനാണ്. അതായത് കാര്യക്ഷമമായിട്ട് ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് അതിനർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ HMS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലുകളിലെ ചെലവുകൾ ചുരുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതായത് ഹോസ്പിറ്റലുകളിൽ ചില കാര്യങ്ങൾ സേവ് ചെയ്യാനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. അതായത് കോസ്റ്റ് സേവിംഗ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ HMS ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് എന്താണ്, റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ കുറയ്ക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റിന് ഉദാഹരണമായിട്ട് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ സാലറി വരുന്നുണ്ട്. മെഡിക്കൽ സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്, കോസ്റ്റുകൾ എത്രയാണ്, അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എന്തിലാ വരുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റിലാണ് വരുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ്സിന് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസിന് വരുന്ന പേയ്മെന്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നത് ഒരു HMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ ചെയ്യുന്നുണ്ട്, HMS ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പണം കൊടുക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ കോസ്റ്റ് ഇത് ഓവറോൾ ചുരുക്കുന്നു. ദെൻ എൻഹാൻസിങ്, എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്ന സാലറി, മെഡിക്കൽ സപ്ലൈസിന് വേണ്ടി വരുന്ന എന്താ പറയാ, അതിനു വേണ്ടി ചെലവഴിക്കുന്ന കോസ്റ്റ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിന്. ഓക്കെ. അതുപോലെ തന്നെ എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ, അത് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ടൈം, മണി, മെറ്റീരിയൽസ് എന്നിവ വിനിയോഗിക്കുന്നതിനെയാണ് എന്ത് പറയാ, എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ അത്. വാട്ട് ഈസ് മീൻ ബൈ എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ? improving how resources such as time, money, material,
material are distributed and utilized viniyogam to achieve specific goals. Improving how resources such as time, money, material are distributed and utilized to achieve specific goals. ഇതൊക്കെയാണ് അതായത് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മുടെ ടൈം, പണം, മെറ്റീരിയൽസ് ഇവയൊക്കെ ഉപയോഗിക്കുന്നതിനെയാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് HMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എൻഹാൻസ് റിസോഴ്സ് അലോക്കേഷൻ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് മീൻ ബൈ എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ? അതുപോലെ തന്നെ റെഡ്യൂസിങ് ദ വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ്. മെഡിക്കൽ സപ്ലൈസ് ഉണ്ടല്ലോ, മെഡിക്കൽ ഉപകരണങ്ങൾ പാഴാക്കുന്നത് എന്താ പറയാ, അതിനകത്ത് കുറവ് വരുത്തുന്നു. അതായത് മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ ധാരാളമായിട്ട് വേസ്റ്റേജ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കുറയ്ക്കുന്നതും HMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, HMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ HMS എന്ന് പറയുന്ന ആ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോസ്പിറ്റലിന്റെ റവന്യൂ മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ബില്ലുകളും കാര്യങ്ങളും കൊടുക്കുന്നു. ഇൻഷുറൻസിന്റെ ക്ലെയിമുകളിൽ ഡിനൈൽസ് വരാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? HMS ചെയ്യുന്നു. ഓക്കെ, ദെൻ 6th one നമുക്ക് പോകാം. ഇന്റലിജന്റ് അനലിറ്റിക്സ് with automatically generated reports. Okay, എന്താണ് പറയുന്നത് നോക്കാം. An HMS can give valuable insights regarding operations by generating real-time reports on various metrics such as patient flow, occupancy rates, and income generation. This helps you make data-driven decisions, improve processes, and optimize resources. HMS എന്ത് ചെയ്യുന്നുണ്ട്? അതായത് വളരെയധികം റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് റിപ്പോർട്ടുകൾ? അതായത് പേഷ്യന്റ് ഫ്ലോ എങ്ങനെയാണ്, ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ഫ്ലോ എങ്ങനെയാണ്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒക്യുപ്പൻസി, ഇപ്പൊ ബെഡ് ഒക്യുപ്പൻസി റേറ്റ്സ് ഒക്കെ ഇല്ലേ, അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻകം ജനറേഷൻ, ആ ഹോസ്പിറ്റലിൽ എത്രയാണ് വരുമാനം വരുന്നത് ആ ഹോസ്പിറ്റലിന്റെ, അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ, ഡാറ്റ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നതും HMS എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് 6th one. അത് ഇത്രയേ ഉള്ളൂ. Then 7th one, centralized administrative control. ഓക്കെ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. An HMS helps to build a centralized platform for managing activities, allowing hospitals streamline their administrative process. It ensures consistency beyond departments. This can enhance efficiency, minimize errors, and better overall patient care. അതായത് ഹോസ്പിറ്റലിനെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് എഫക്റ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത് HMS എന്ന് പറയുന്നത്. HMS അതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് എഫക്റ്റീവ് ആക്കാൻ HMS കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുന്നു, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയില് സ്ഥിരത ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ എററുകൾ കുറയ്ക്കുന്നു, എഫിഷ്യൻസി കൂട്ടുന്നു, ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. Okay, that is centralized administrative control. Hospital administrationന്റെ പ്രവർത്തനങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് HMS സാധിക്കുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ കൺസിസ്റ്റൻസി ഉറപ്പാക്കുന്നു, എഫിഷ്യൻസി കൂട്ടുന്നു, എറർ കുറയ്ക്കുന്നു, പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. Okay. The next is reduced medical errors. മെഡിക്കൽ എററുകൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. An HMS can help reduce medical errors by providing doctors and nurses
with the updated patient information, it reduces the risk of misdiagnosis, incorrect treatment, or adverse drug interactions. Okay, ഇവിടെ എന്താ പറയുന്നേ? രോഗിയുടെ വിവരങ്ങള്, പേഷ്യന്റിന്റെ വിവരങ്ങള് അപ്ഡേറ്റ് ചെയ്ത് ഡോക്ടറിനും നഴ്സിനും കൊടുക്കുന്നു കേട്ടോ. എന്താ ചെയ്യുന്നേ? ഈ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും അല്ലെ? അപ്ഡേറ്റ് ചെയ്യാനുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ഡോക്ടറിനും നഴ്സിനും കൈമാറുന്നത് ഈ ഒരു HMS ആണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. റിസ്ക് ഓഫ് മിസ്ഡയഗ്നോസിസ്. മിസ്ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ തെറ്റായ രോഗനിർണയം. തെറ്റായ രോഗനിർണയത്തിനുള്ള കാര്യങ്ങള്, അതിന്റെ സോഴ്സസ് ഇത് കുറയ്ക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു രോഗനിർണയത്തിൽ തെറ്റുകൾ വരില്ലേ, അത് ഇത് കുറയ്ക്കുന്നുണ്ട്. ദെൻ ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള ചികിത്സാ രീതികൾ കുറയ്ക്കുന്നു. അതുപോലെ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻസ്, അതായത് അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതും ഇതെന്ത് ചെയ്യുന്നുണ്ട്? HMS മൂലം കുറയ്ക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സില് reduces the risk of misdiagnosis, then incorrect treatment, adverse drug interactions. Clear ആണോ? നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് കുറച്ച് എന്താ പറയാ, ബോറടി തോന്നും. പക്ഷെ തോന്നിയിട്ട് കാര്യമില്ല, നമുക്കിത് പഠിച്ചേ പറ്റൂ അല്ലെ? മനസ്സിലാക്കിയിരിക്കണം നമ്മള്. ഓക്കെ, നെക്സ്റ്റ് വൺ, 9th വൺ ആണ്. റിഡ്യൂസ്ഡ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ് എന്താണെന്ന് നോക്കാം. And HMS can also decrease readmission and rehospitalization rates by ensuring timely follow-ups. This increases patient outcomes and minimizes complication risk. HMS എന്ത് ചെയ്യുന്നുണ്ട്? റീഅഡ്മിഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് റീഅഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നു, ദെൻ വീണ്ടും അഡ്മിറ്റ് ആകുന്നു. ദാറ്റ് ഈസ് റീഅഡ്മിഷൻ. റീഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് മരുന്ന് വാങ്ങി പോകുന്നു, പക്ഷേ അസുഖം മാറാതെ വീണ്ടും വരുന്നു. ദാറ്റ് ഈസ് റീഹോസ്പിറ്റലൈസേഷൻ. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് HMS. എങ്ങനെയാണ്? കൃത്യമായിട്ട് ഫോളോ അപ്പ് നൽകുന്നതിലൂടെ. കാരണം രോഗി ഡോക്ടറെ കണ്ട് പോയി എന്ന് വിചാരിക്കാം, രോഗിയുടെ അസുഖം കുറഞ്ഞില്ല, എന്തെങ്കിലും ഒരു എന്താ പറയാ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടെങ്കിൽ രോഗിക്ക് എന്ത് ചെയ്യാം? ഓൺലൈനിലൂടെ അല്ലെങ്കിൽ HMS വഴി ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യേണ്ട വരില്ല? അവർക്ക് റീഅഡ്മിഷൻ എടുക്കേണ്ട ആവശ്യം വരില്ല, റീഹോസ്പിറ്റലൈസേഷൻ ആകേണ്ട ആവശ്യമോ വരുന്നില്ല. ഓക്കെ, ഇതിലൂടെ പേഷ്യന്റ് ഔട്ട്കംസ് എന്ന് പറഞ്ഞ റിസൾട്ടുകൾ കേട്ടോ. പേഷ്യന്റ് റിസൾട്ട് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് റിസ്കുകൾ കുറയ്ക്കുന്നു. അതായത് ധാരാളം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം. എന്തൊക്കെയാണ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ഒന്ന് നോക്കാം. പേഷ്യന്റ് പോർട്ടൽ, അതായത് HMSന്റെ, അതായത് ഈ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് പോർട്ടലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കാം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. കുറച്ച് അധികം എഴുതിയിട്ടുണ്ട്. The patient portal is an unavoidable feature of the health information system. It's a program like the electronic health record, but what makes it different is that these patients can have secure online entry to their medical reports, arranging doctor appointments, passing information with the doctor, checking medical bills, and processing payment online
All they require is smart equipment to avail themselves of the maximum benefit of the feature. Instead of following the age-old process of arranging a doctor's appointment, they may just log into their account in the patient portal, have an understanding of the availability of their doctors, and make an appointment according to their convenience and doctor's availability. After arranging the appointment, they can verify the bill and make the payment or set the details for future payments. The popularity of the patient portal is growing day by day since it enhances accessibility for patients and keeps transparency between the patients and their treatment process. Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable ones. Okay. പേഷ്യന്റ് പോർട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തെ അപേക്ഷിച്ച് എന്താ പറയാ, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് HIS-ലെ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. HIS-ലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫാക്ടർ എന്താണ്? അത് പേഷ്യന്റ് പോർട്ടൽ ആണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ. EHR പോലുള്ള ഒരു പ്രോഗ്രാം ആണത്. അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലുള്ള ഒരു പ്രോഗ്രാം ആണത് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിലൂടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്? ഇതിലൂടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഈസി ആയി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ഈസി ആയി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡോക്ടേഴ്സിനോട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടേഴ്സിനോട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിക്കൽ ബിൽസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിലൂടെ എന്ത് പറ്റുന്നുണ്ട്? മെഡിക്കൽ ബിൽസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് എന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിനകത്ത് എന്ത് പറ്റും? നമുക്ക് പേഷ്യന്റ് പോർട്ടലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ. ആരെങ്കിലും എത്ര പേര് ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് ചെയ്തിട്ടുണ്ട് പേഷ്യന്റ് പോർട്ടലിലൂടെ? എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഒന്ന് തമ്പിട്ടെ. എത്ര പേര് ചെയ്തിട്ടുണ്ട്? ആരും ചെയ്തിട്ടില്ല? ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് ചെയ്തിട്ടില്ലേ? ഹോസ്പിറ്റലിൽ ഓൺലൈനായിട്ട് ബില്ലടിച്ചിട്ടുണ്ടോ? ആരുമില്ല. എല്ലാവരും ഡയറക്റ്റ് ആയിട്ടാണ്, ട്രഡീഷണൽ മെത്തേഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ? അയച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മളത് പേഷ്യന്റ് പോർട്ടലിലൂടെയാണ് ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് ചെയ്യുക കേട്ടോ. ഓക്കെ. അതാണ് മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് പേഷ്യന്റ് പോർട്ടലിനെ വ്യത്യസ്തമാക്കുന്നത്. ദെൻ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് പകരം രോഗിയുടെ പോർട്ടലില് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്താൽ മതി. പേഷ്യന്റ് പോർട്ടൽ എടുത്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കാണിക്കുന്നതാണ്. ഏതൊക്കെ ഡോക്ടേഴ്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കും. അതിനനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ദെൻ നമുക്ക് പേയ്മെന്റ് സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. എന്ത് ചെയ്യും? ആദ്യം പേഷ്യന്റ് പോർട്ടലിലെ അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യും. ദെൻ അവൈലബിലിറ്റി നോക്കും ഡോക്ടേഴ്സിന്റെ. അതിനുശേഷം ബില്ല് വയ്ക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഡേ ടു ഡേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് ആണ്. എന്തിനും നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ടാണല്ലോ ക്യാഷ് എടുക്കുന്നത്. ഡേ ടു ഡേ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ട്രാൻസ്പെറൻസി ഉണ്ട്. ഇതിന് സുതാര്യമാണ്. നമ്മൾ വഞ്ചിക്കപ്പെടുന്നില്ല അല്ലെ? സുതാര്യമായിട്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ബില്ല് അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇത് നമ്മുടെ ഫോണില് ലഭിക്കുന്നതാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പൊ അതൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. ദെൻ അതുപോലെ തന്നെ പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റ് പോർട്ടൽ വഴിയാണ് നടത്തുന്നത്.
ഓക്കെ, നമുക്ക് അടുത്തത് മെഡിക്കൽ ബില്ലിംഗ് കൂടി ഒന്ന് പറയാം. ക്ലിയർ ആണോ? പേഷ്യന്റ് പോർട്ടൽ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായോ? മെഡിക്കൽ ബില്ലിംഗ് ആണ്. മെഡിക്കൽ ബില്ലിംഗിൽ വരുന്നത് ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ കൺട്രോൾസ് ഓൾ ദ ബില്ലിംഗ് വർക്ക്. എന്താണ് റംല മനസ്സിലാവാത്തത്? മനസ്സിലായില്ലേ നമ്മൾക്ക്? പേഷ്യന്റ് പോർട്ടല് എന്തിനാ കരയുന്നേ? റംല കരയുന്നു. ഓക്കെ, നോക്കൂട്ടോ, മെഡിക്കൽ ബില്ലിംഗ് നോക്കിക്കോളൂ. Online medical billing feature controls all the billing work in less amount of time than usual. Gone are the days when hospitals spend a major amount of time controlling all the appointments and billings. Now with the medical billing feature, patients billing, insurance details, patient tracking and payment process, everything can be managed with the capability. You can even accept a notification alert if there is any delay or other issue in payment so that you can take action according to the notes. അതായത് നമ്മള് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നത് HMS-ലൂടെയാണ് അല്ലെ? എന്താണ്? ഓൺലൈനിലൂടെയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് എന്ത് ചെയ്യുക? നമ്മള് മെഡിക്കൽ ബില്ലുകളും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റുകൾ എടുത്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യുക? മെഡിക്കൽ ബില്ലിംഗിലേക്കാണ് പോവുക. അതും HMS ആണ് എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. അപ്പൊ പേഷ്യന്റ് ബില്ല്, മെഡിക്കൽ ബില്ലിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? പേഷ്യന്റ് ബില്ല് എത്രയാണ്, ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, പേഷ്യന്റ് ട്രാക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി മെഡിക്കൽ ബില്ലിംഗിൽ എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് അതിന്റെ ഒരു അലേർട്ട് വരുന്നതാണ്. അലേർട്ടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ, നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് കേസോ മറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു അലേർട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഓക്കെ, ദാറ്റ് ഈസ് മെഡിക്കൽ ബില്ലിംഗ്. ക്ലിയർ ആണോ? മനസ്സിലായോ മെഡിക്കൽ ബില്ലിംഗ്? ഒന്നുകൂടി പറയണോ? മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഓൺലൈൻ ബില്ലിംഗ് ആണ്. അതായത് ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഹോസ്പിറ്റലുകളിൽ നടത്തുന്നതാണ്. ഒന്നുകൂടി പറയാം. മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ മൊത്തമേ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിന് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ടൈം, അതായത് നമ്മൾ നേരിട്ട് ബില്ലെടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ക്യാഷ് ഒക്കെ റെസിപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് അല്ലെങ്കിൽ കൊടുത്ത് അതിന് പകരം നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള മെഡിക്കൽ ബില്ലിങ്ങിന്റെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം കുറച്ചു മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബില്ലിംഗ് സംവിധാനം നടക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് പേഷ്യന്റെ പ്രധാനമായിട്ടുള്ള ബില്ലിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റെ ബില്ലിംഗ്, അവരുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, അവരുടെ ട്രാക്കിങ്ങും മറ്റും ഒക്കെ ഇതിനകത്തൂടെയാണ് നടക്കുന്നത്. മാത്രമല്ല മെഡിക്കൽ ബില്ലിങ്ങിന് ശേഷം, അതായത് മെഡിക്കൽ ബില്ലിംഗ് നമ്മൾ നടത്തുമ്പോൾ എന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ പേഷ്യന്റെ മൊബൈലിലേക്ക് ഒരു അലർട്ട് വരുന്നതാണ്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നടപടി എടുക്കാവുന്നതാണ്. അപ്പൊ ക്ലിയർ ആയോ? ഇൻഷുറൻസിന്റെ വിശദാംശങ്ങൾ, അതുപോലെ തന്നെ രോഗികളുടെ ബില്ലിംഗ്, ട്രാക്കിംഗ് എന്നിവയൊക്കെ ഈ ഒരു മെഡിക്കൽ ബില്ലിംഗ് ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ്സിലൂടെ നടക്കുന്നതാണ്. ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ? വായിച്ച മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. എല്ലാരും അത്ര മാത്രമേ ഉള്ളൂ. പേഷ്യന്റ് പോർട്ടലാണ് കുറച്ചും കൂടി ശ്രദ്ധിച്ച് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത് കേട്ടോ. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് സമയവും റിപ്പീറ്റ് അടിക്കുന്നതാണ്. പേഷ്യന്റ് പോർട്ടൽ അങ്ങനെയല്ല, ആ ഒരു ഇതിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്തതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ബെനിഫിറ്റ്സിലെ 9th പോയിന്റ്, റെഡ്യൂസ്ഡ് റീഅഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ് ബെനിഫിറ്റില്. അതായത്
നമ്മള് ഓൺലൈനായിട്ട് HMS വഴി നമ്മള് ഡോക്ടറുമായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ കണക്ട് ആകുമ്പോൾ റീ അഡ്മിഷനും റീ ഹോസ്പിറ്റലൈസേഷനുള്ള സാധ്യത കുറയും. അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നു എന്ന് വിചാരിക്കാം. പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം കൂടി വീണ്ടും വരേണ്ട ഒരു ആവശ്യം വരികയാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം വീട്ടിലിരുന്ന് എന്ത് ചെയ്യാണ്, ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ്. ദെൻ അവരെന്ത് ചെയ്യുന്നു, മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്, റെഡ്യൂസ് ചെയ്യുന്നു റീ അഡ്മിഷനെയും. പേഷ്യന്റ് എന്ത് ചെയ്യണ്ട, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ല. HMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പേഷ്യന്റും ഡോക്ടറുമായിട്ട് ലിങ്ക് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ വരേണ്ടതിന്റെ ഒരു ആവശ്യകത റെഡ്യൂസ് ചെയ്യും. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് വർക്ക് ഫ്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കിയിട്ട് വരിക. നാളെ ഞാൻ ചോദിക്കും കേട്ടോ, ഒന്ന് നോക്കിയിട്ട് വരിക. ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ അല്ലേ? നോക്കിക്കൊണ്ട് വരാമല്ലോ. ഓക്കെ, താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. Thank you, ma'am. താങ്ക് യു.